പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, നീയാണ് എൻ്റെ ആശ്രയം, എൻ്റെ ദൈവം. തമ്പുരാനെ, നീയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്കൊരിക്കൽ കൂടി ഏറ്റുപാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മളെ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈ കൃപയുടെ മണിക്കൂറിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നാണ് ഈശോ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം എന്നല്ല ഈശോ പറഞ്ഞത്. വഴിയും സത്യവും ജീവനും ഞാനാണ്. ലോകത്തുള്ള ഒരു ഗുരുക്കന്മാരും അതേവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അന്ന് അവർ കേട്ടത്. വഴിയും സത്യവും ജീവനും അത് ഞാനാണ്. ഈശോ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, നമ്മുടെ ജോലികളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു യുവാവ് ഒരിക്കൽ ചെറിയൊരു പ്രാർത്ഥനയുമായിട്ട് ഒരു പുണ്യാളൻ്റെ സ്വരൂപത്തിന് മുമ്പിലെത്തുകയാണ്. അവൻ പള്ളിയിൽ കയറി ആചാരം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, അവൻ്റെ സൈക്കിള് അവൻ പൂട്ടി വെച്ചിട്ടില്ല. അവനൊത്തിരി പേടിയായി, കാരണം സൈക്കിള് ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും. അവൻ വേഗം പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് പുണ്യാളനോട് പറഞ്ഞു, എൻ്റെ സൈക്കിള് പോവാണ്ട് നോക്കിക്കൊള്ളോട്ടാ. അവൻ തിരിച്ചു ചെല്ലുമ്പോൾ സൈക്കിള് അവിടെ തന്നെയുണ്ട്. അവനൊരിത്തിരി സന്തോഷമായി. അവൻ ഓടിച്ചെന്ന് ഒരു പെട്ടി മെഴുകുതിരിയൊക്കെ വാങ്ങി പള്ളിയിലേക്ക് വീണ്ടും വന്നു. ഇത്തവണ സൈക്കിള് പൂട്ടാൻ അവൻ മറന്നില്ല. അവൻ സൈക്കിള് ഭദ്രമായി പൂട്ടി വെച്ച് പള്ളിയിലേക്ക് കയറി പുണ്യാളിൻ്റെ മുമ്പിൽ ആ മെഴുകുതിരി കത്തിച്ചു. ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. തിരിച്ച് സൈക്കിളിനടുത്തെത്തിയപ്പോൾ അവിടെ സൈക്കിൾ കാണാനില്ല. ഇനി ഒരു പക്ഷെ നമുക്ക് ഊഹിക്കാം, തിരിച്ച് ആ യുവാവ് പോകുന്നത് നന്ദിയുള്ള മനസ്സോടെ ആയിരിക്കുമോ അല്ലയോ? തീർച്ചയായിട്ടും ആ യുവാവ് പിന്നീട് പോയിട്ടുണ്ടാകുക വേദന നിറഞ്ഞ ഒരു മനസ്സോടെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവോത്തരം നൽകുമ്പോൾ നമ്മുടെ ആശ്രയത്വം ദൈവത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കാനും ഏറ്റുപറയാനും ഒക്കെ ഒരു പക്ഷേ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ചോദിച്ചതൊന്നും കിട്ടാതെയാകുമ്പോൾ എൻ്റെ വിശ്വാസവും എൻ്റെ ദൃഢതയും എൻ്റെ പൂർണ്ണമായ ആശ്രയത്വമൊക്കെ ദൈവത്തിലാണെന്ന് ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെന്നെ കളിയാക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, ഈ ലോകത്തിൻ്റെ വേദനകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിലാണ് എൻ്റെ ആശ്രയത്വം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? മോശയുടെ വടി നിലത്തിടാനാണ് ദൈവം അവനോട് പറഞ്ഞത്. അതിട്ടപ്പോൾ അത് പാമ്പായി. അതിനെ വീണ്ടും വാലിൽ പിടിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അത് വീണ്ടും വടിയായി.
ഫറവോയുടെ മുമ്പിൽ പോയിട്ട് ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ ദൈവം കൊടുത്ത ഒരു ഉപായമായിരുന്നു അത്. ആ വടി എന്താണെന്ന് ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിലുള്ള ആശ്രയത്വമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിലുള്ള ആശ്രയത്വം. പിന്നീട് അങ്ങോട്ട് മോശ ചെയ്യുന്നതെല്ലാം ആ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്വത്തിൽ ഊന്നിക്കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 13:31 ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഉപമയുണ്ട്. അത് കടുകുമണിയുടെ ഉപമയാണ്. എന്താണ് ഈ കടുകുമണിയുടെ പ്രത്യേകത? ഒരുപക്ഷെ എൻ്റെ കയ്യിൽ അത് എടുത്തു പിടിക്കുമ്പോൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അത് കാണാൻ പറ്റില്ല. അടുക്കളയിൽ ഒരു ചെറിയ സാധനമായിട്ട്, ഏറ്റവും ചെറിയ സാധനമായിട്ട് ഒരുപക്ഷെ കരുതപ്പെടുന്ന ഒരു സാധനമാണ് ഈ കടുകുമണി. അത് വെള്ളത്തിലിട്ട് ഒരുപക്ഷെ പൊങ്ങിക്കിടക്കും. ചവിട്ടി നിരുത്തിയാൽ ചിലപ്പോൾ അത് ഒരുപക്ഷെ തെന്നി മാറും. കൈ കൊണ്ട് പൊടിച്ചാലും ചിലപ്പോൾ അത് ഒരുപക്ഷെ പൊടിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷേ അത് ഒരു സ്ഥലത്തിടുമ്പോൾ മാത്രം അതിൻ്റെ ഭാവം മാറും. അത് തിളച്ച വെളിച്ചെണ്ണയിലാണ്. ഈശോ പറയുക, നിങ്ങളുടെ വിശ്വാസം ഈ കടുകുമണിയെപ്പോലെ ആകണമെന്ന്. എന്നാണ് കടുകുമണിയുടെ പ്രത്യേകത? അത് ഇച്ചിരിയുള്ളൂ, പക്ഷേ ഉള്ളതെല്ലാം കണ്ടൻഫുള്ളാണ്. ഒരിച്ചിരിയുള്ളൂ, പക്ഷേ ഉള്ളിടത്തോളം അത് പൂർണ്ണമാണെന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ വിശ്വാസം ഇതുപോലെ ചില സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ തിളച്ച വെളിച്ചെണ്ണയിലിട്ടതുപോലെ പൊട്ടിത്തെറിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എൻ്റെ വിശ്വാസം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളികൾ, മക്കൾ, നമ്മുടെ ജോലി, നമ്മളായിരിക്കുന്ന ഒരു നാട്, നമ്മളായിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള പൊസിഷനുകൾ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നല്ല ആരോഗ്യം, നല്ല കാലാവസ്ഥ, എണ്ണി പറഞ്ഞാൻ പറ്റാത്ത അത്രയധികം അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ദൈവം നൽകിക്കൊണ്ടിരിക്കുക. മറ്റൊരു സൈഡിൽ നമ്മുടെ വേദനകൾ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, നമ്മുടേതായിട്ടുള്ള നിയോഗങ്ങൾ, വേദനയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, ഇതെല്ലാം ഒരു നിമിഷം നന്ദിയോടെ ഓർക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നും ശ്രമിച്ചു നോക്കാം. ഈശോയെ, നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ എനിക്ക് ഓർക്കാൻ പറ്റുമ്പോൾ, നീ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള നല്ലതല്ല എന്ന് ഞാൻ തോന്നുന്ന കാര്യങ്ങളെ തമ്പുരാനെ നന്ദിയോടെ സ്മരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? നിന്നുള്ള പൂർണ്ണമായ ആശ്രയത്വം എനിക്ക് എത്രമാത്രം ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നുണ്ട്? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് പറയാം, ഈശോയെ, ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ നീ നൽകാനിരിക്കുന്ന എല്ലാത്തിനെയും ഓർത്ത് തമ്പുരാനെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. നമ്മൾ വായിക്കുന്നത് പോലെ അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, ഫലങ്ങളില്ലാതായാലും, ആട്ടിൻതൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ആ ഒരു ആനന്ദം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ഈ ഒരു കൃപയുടെ മണിക്കൂറിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കാം. എന്നിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ജീവൻ്റെ ഉറവ ഞാൻ പുറപ്പെടുവിക്കും എന്ന് ഈശോ പറഞ്ഞ്, ഈശോയെ, നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ
ചൊരിയുന്ന അനുഗ്രഹങ്ങളെ കാണാനായിട്ട് ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കണമേ. ഞങ്ങളെ പൊട്ടിപ്പോയ നിമിഷങ്ങളിൽ, ചേർത്ത് വയ്ക്കാനാകാത്ത ഞങ്ങളുടെ നിമിഷങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ തമ്പുരാനെ നിൻ്റെ കരം കാണാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഈശോയുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ